ബാബരി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം കവർന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു സാമ്പത്തിക അഴിമതി ആരോപണം എന്നതിനപ്പുറം വരാനിരിക്കുന്ന നിർണായകമായ യു.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാൻ പോന്ന ഒന്നായി മാറിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പണം നടത്തിപ്പുകാർ അപഹരിച്ചെന്നതിന്റെ തെളിവുമായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകാത്ത അവസ്ഥയിലാണ് ബി.ജെ.പിയും സംഘപരിവാറും. പതിറ്റാണ്ടുകളായി ബി.ജെ.പി കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രതിച്ഛായയെ ഈ വിവാദം എങ്ങനെ ബാധിക്കുമെന്നറിയാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനും അതിന്റെ പരിപാലനത്തിനുമായി കോടിക്കണക്കിന് ഭക്തർ നൽകിയ കാണിക്കപ്പണത്തിലും സംഭാവനകളിലും വൻതോതിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നാണ് നിലവിലെ പ്രധാന ആരോപണം. ക്ഷേത്രത്തിലെ സംഭാവന പെട്ടികളിൽ നിന്ന് പണം കാണാതായതായും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഭക്തർ സമർപ്പിച്ച വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങളിലും വലിയ കുറവുകൾ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രാഥമിക നിഗമനങ്ങൾ പ്രകാരം ഏകദേശം 200 കോടി രൂപയോളം വരുന്ന തുകയുടെ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ടാകാമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനു പുറമെ ക്ഷേത്രത്തിന് സമീപമുള്ള ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി മിനിറ്റുകൾക്കകം ക്ഷേത്ര ട്രസ്റ്റിന് വലിയ തുകയ്ക്ക് മറിച്ചു വിറ്റുവെന്ന പഴയ ഭൂമി ഇടപാട് ആരോപണങ്ങളും ഇതോടൊപ്പം വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിഷയം ഗുരുതരമായതോടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം 3 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അവർ ഇതിനോടകം അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രതിമാസം തുച്ഛമായ ശമ്പളം വാങ്ങിയിരുന്ന ചില താൽക്കാലിക ക്ഷേത്ര ജീവനക്കാർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ആഡംബര വാഹനങ്ങളും വാങ്ങിക്കൂട്ടിയതായി ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഭക്തർ ക്ഷേത്രത്തിന് നൽകിയ 60 കിലോഗ്രാമിലധികം വരുന്ന വെള്ളിക്കട്ടകൾ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു. സംഭാവനകൾ എണ്ണുന്ന സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിച്ചതായും സുരക്ഷാ പ്രോട്ടോകോളുകളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായും SIT അന്വേഷണത്തിൽ കണ്ടെത്തിയതായി സൂചനകളുണ്ട്. 1980-കൾ മുതൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ വളർച്ചയുടെയും പ്രത്യയശാസ്ത്രത്തിന്റെയും അടിത്തറയായിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമി. രാമക്ഷേത്ര നിർമ്മാണം എന്നത് ഹിന്ദു വോട്ടർമാരെ ഒന്നിപ്പിക്കുന്നതിനായി ബി.ജെ.പി വിജയകരമായി ഉപയോഗിച്ച ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ ആയുധമായിരുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനായി പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചതും പിന്നീട് കേസ് നടത്തിയതും സംഘപരിവാർ സംഘടനകളാണ്. എന്നാൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം അതിന്റെ നേട്ടങ്ങൾ പൂർണ്ണമായി ലഭിച്ചത് ബി.ജെ.പിക്കുമാണ്. 2019-ലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്വതന്ത്ര ട്രസ്റ്റായ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്നത്. നിയമപരമായ ക്ഷേത്രഭരണത്തിൽ സർക്കാരിന് നേരിട്ട് പങ്കില്ലെങ്കിലും സാധാരണക്കാരായ ഭക്തർ രാമക്ഷേത്രത്തെ കാണുന്നത് ബി.ജെ.പിയുടെ സ്വന്തം സൃഷ്ടിയായിട്ടാണ്. 2020-ൽ ക്ഷേത്ര നിർമ്മാണത്തിന് ഭൂമി പൂജ നിർവഹിച്ചതും 2022-ൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനാൽ തന്നെ ഈ വിവാദത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൊള്ളയുടെ വലുപ്പത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ക്ഷേത്ര ട്രസ്റ്റിന് നേരെയുണ്ടാകുന്ന ഏതൊരു അഴിമതി ആരോപണവും ബി.ജെ.പിയുടെയും അതിന്റെ മാതൃസംഘടനകളുടെയും വിശ്വാസ്യതയെ നേരിട്ട് ബാധിക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ വലിയൊരു രാഷ്ട്രീയ ആയുധമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പി നേരിട്ട അപ്രതീക്ഷിത പരാജയം പാർട്ടിക്ക് വലിയ ആഘാതമായിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഈ അഴിമതി വിവാദവും വരുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ആം ആദ്മി പാർട്ടി നേതാക്കളും വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. രാമന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ഭക്തരുടെ പണം കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന നരേറ്റീവ് പൊതുസമൂഹത്തിലെത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. സാധാരണക്കാരായ ഭക്തരിലേക്ക് വിഷയം വൈകാരികമായി എത്തിച്ച് വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായേക്കും. ഈ വിവാദം ബി.ജെ.പിക്ക് ഒരു കനത്ത പരീക്ഷണം തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. അഴിമതി ആരോപണം നേരിടുന്നത് സാധാരണ പൊതുമുതലിലോ വികസന പദ്ധതികളിലോ അല്ല, മറിച്ച് ഭക്തരുടെ ആത്മീയ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കാണിക്കയിലാണ് എന്നത് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടവർ ആരാണെന്നതും അവരുടെ സ്ഥാനവുമാണ് രാഷ്ട്രീയ ചലനങ്ങൾ തീരുമാനിക്കുക എന്ന് പലരും കരുതുന്നു. കുറ്റക്കാരൻ ഒരാൾ മാത്രമാണെന്ന് തെളിയുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്താൽ ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ കോട്ടമുണ്ടാകില്ല.
എന്നാൽ ഇത് ആസൂത്രിതമായ നീക്കമാണെന്നും ട്രസ്റ്റിലെ പ്രധാന ഭാരവാഹികൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും കണ്ടെത്തിയാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന BJP നേതാവ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. രാമക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടാൻ പ്രതിപക്ഷത്തിന് ഒരു അവകാശവുമില്ല. അവരുടെ പ്രധാന നേതാക്കളാരും ഇതുവരെ രാമക്ഷേത്രം സന്ദർശിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ക്ഷേത്ര സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല എന്നാണ് മുതിർന്ന BJP നേതാവും വക്താവുമായ ഹരീഷ് ചന്ദ്ര ശ്രീവാസ്തവ പറയുന്നത്. SIT അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന നടപടിയെടുക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ശ്രീവാസ്തവ കൂട്ടിച്ചേർത്തു. ഈ വിവാദം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നത് അവർ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സ്വന്തമാക്കി തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്ന BJPക്ക് അതേ ക്ഷേത്രത്തിന്റെ പേരിലുള്ള കറപുരണ്ട ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. വരും മാസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന SITയുടെ പൂർണ്ണമായ റിപ്പോർട്ടും തുടർന്നുള്ള സർക്കാർ നടപടികളുമായിരിക്കും UP രാഷ്ട്രീയത്തിൽ BJPയുടെ മേൽക്കൈ നിലനിർത്തുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുക.